സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ചാലിയം ബീച്ചാണ്. ആ ചാലിയം ബീച്ച് രാത്രിയിൽ നല്ല മഴയുണ്ട്, എങ്കിലും ചാലിയം ബീച്ച് നല്ല ആളുമുണ്ട്, സൂപ്പറാണ്. അപ്പുറം ബേപ്പൂര്, അതേപോലെ തന്നെ കടലും പുഴയും എല്ലാം ഒന്നിക്കുന്ന സ്ഥലം. എല്ലാം കൊണ്ടും ചാലിയം ബീച്ച് നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ബീച്ചിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് ഫണ്ട് ചിലവാക്കിയിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കാഴ്ച തന്നെ രാത്രി ലൈറ്റ് ഇട്ടിട്ട കാഴ്ച, അപ്പുറത്ത് ബേപ്പൂര്, അങ്ങനെ നല്ലൊരു രസമാണ് ചാലിയം ബീച്ചിൽ. നല്ല മഴ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മഴ ചോർന്ന് അത്യാവശ്യം ചെറിയ തോതിൽ മഴ ഉണ്ട്. ആ മഴത്ത് നല്ല രസമാണ്. എന്തായാലും ആ ലൈറ്റുകളും അപ്പുറത്തുള്ള ബേപ്പൂരിൻ്റെ കാഴ്ചകളും ഇപ്പുറത്ത് ചാലിയം, അതേപോലെ തന്നെ കടൽ, പുഴ, ജങ്കാറ് എല്ലാം കൂടി സൂപ്പറായിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ചാലിയം ബീച്ച് സന്ദർശിക്കുക, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ആ ബീച്ചിൻ്റെ ആ ലൈറ്റ് ഹൗസാണിത്, ലൈറ്റുകൾ സെറ്റാക്കിയിട്ടുള്ള സ്ഥലം. ഇതിപ്പോൾ കണ്ടില്ലേ ബേപ്പൂരിൻ്റെ ഒരു കാഴ്ച, ബേപ്പൂരിൻ്റെയും നമ്മളെ ബീച്ചിൻ്റെ കടൽ തീരവും. എല്ലാവരും ചാലിയം ബീച്ചിൽ വരിക, നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശം തന്നെയാണ്. ഇത് റിയാസിൻ്റെയും എല്ലാം സൂപ്പറായിട്ടുണ്ട്. രാത്രിയിലൊക്കെ പ്രത്യേക സംഭവമാണ്, പ്രത്യേകിച്ചിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു രക്ഷയില്ല. എന്തായാലും എല്ലാവരും ഒഴിവുണ്ടാകുമ്പോൾ ചാലിയം ബീച്ച് സന്ദർശിക്കുക, എസ്പെഷ്യലി രാത്രി സന്ദർശിക്കുക. ആ ലൈറ്റെല്ലാം ഇടുമ്പോൾ നല്ല രസമുള്ള കാഴ്ചയാണ്. അവിടെ നിന്ന് ആ ബേപ്പൂരിലേക്കുള്ള കാഴ്ചയും ചാലിയം കാഴ്ചയും എല്ലാം കൂടി നല്ല സൂപ്പറാണ്. എല്ലാവരും ചാലിയം ബീച്ച് പോവുക. ചാലിയം ബീച്ച്, പഴയ ചാലിയം ബീച്ച് എല്ലാം മാറിയിട്ടുണ്ട്.